പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ നാലുകെട്ടിന്റെ പടിപ്പരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ഈ വരികളിലുണ്ട് ഈ സിനിമയുടെ കാതൽ. എത്ര പണിതാലും പണിതീരാത്ത വീടുകളാണ് നമ്മൾ പണിഞ്ഞു കൂട്ടുന്നത്. പാറപ്പുറത്ത് എഴുതിയ കഥ സേതുമാധവൻ എന്ന ലെജൻഡ് അഭ്രപാളികൾ എത്തിക്കുകയായിരുന്നു. കെ.ഇ. മത്തായിയുടെ തൂലികാനാമമാണ് പാറപ്പുറത്ത്. ഭയാശങ്കയും വേദനയും അസംതൃപ്തിയും അനിശ്ചിതത്വവും കൊണ്ട് ഭാരപ്പെട്ട ഹൃദയവുമായി ജീവിച്ച് അവസാനം നിരുപാധികമായി വിധിക്ക് കീഴടങ്ങി വ്യാമോഹങ്ങളുടെ പണിതീരാത്ത വീടിന്റെ കൽത്തറയിൽ കബറടക്കപ്പെട്ട മനുഷ്യ ജീവിതമാണ് ഇതിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ലീല എന്ന പെൺകുട്ടിയെ പഴയകാല നടി ശോഭന അവിസ്മരണീയമാക്കി. ഇതൊരു പഴയ സിനിമയല്ല. കഥ, അവതരണം, പശ്ചാത്തലം, അഭിനയം എല്ലാം കൊണ്ടും ഇതിന്റെ കാഴ്ചയ്ക്ക് ഒരു മടുപ്പുമില്ല എന്നത് തന്നെ. ആ ക്രാഫ്റ്റിന് മുഴുവൻ ക്രെഡിറ്റും സംവിധായകൻ സേതുമാധവനാണ്. മെല്ലി ഇറാനിയുടെ ഛായാഗ്രഹണവും ഗംഭീരമാണ്. ജോസായി അഭിനയിച്ച പ്രേംനസീർ വേറിട്ടൊരു അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ജോസിന് റേച്ചലിനോട് തോന്നുന്ന പ്രണയം പുതിയൊരു സംഗീതമായാണ് സംവിധായകൻ അവതരിപ്പിക്കുന്നത്. പാഞ്ഞു വരുന്ന കുതിര നമുക്ക് തരുന്ന സിംബോളിക് രീതി അന്നത്തെ പ്രേക്ഷകന് പരിചിതമല്ലാത്തതാണ്. കുതിരയുടെ തിരിച്ചുള്ള പോക്ക് കൂടിയാകുമ്പോൾ വ്യാമോഹങ്ങളുടെ പണിതീരാ വീട് പ്രേക്ഷക മനസ്സിൽ കുഞ്ഞു നൊമ്പരമായി അവശേഷിക്കുന്നു. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ എന്നിവയ്ക്കുള്ള സംസ്ഥാന അവാർഡുകൾക്ക് പുറമെ ബാലതാരത്തിന് ബേബി സുമതിക്കും മികച്ച ഗായകന് ജയചന്ദ്രനും അവാർഡ് ലഭിച്ചു. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ഇത് കരസ്ഥമാക്കി. മൊയ്തീനും ജോസും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. 5 രൂപ കടം ചോദിക്കുന്ന മൊയ്തീൻ കാക്കയും അത് നൽകാൻ കഴിയാത്ത ജോസിന്റെ അവസ്ഥയും ഒടുവിൽ പണവുമായി എത്തുമ്പോൾ കടവിൽ മരിച്ചു കിടക്കുന്ന മൊയ്തീൻ കാക്കയും നമുക്ക് നൊമ്പരക്കാഴ്ചയാണ്. ജോസും തങ്കയ്യനും തമ്മിലുള്ള രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തങ്കയ്യന്റെ വാക്കുകൾ: ഞാനും നീയും വിചാരിച്ചാലൊന്നും ഈ നാട് നന്നാവൂല അനിയ, കണ്ണും കാതുമില്ലെന്ന് കരുതി ജീവിക്കാൻ നോക്ക്. ജോസും റേച്ചലും തങ്കയ്യനും ലീലയുമൊക്കെ തങ്ങളുടെ സ്വപ്നങ്ങളാവുന്ന വീടുകളുടെ പണി പൂർത്തിയാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നു. പണിതീരാത്ത വീട് അതേപടി നിർത്തിയാണ് സിനിമ അവസാനിക്കുന്നത്.